ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് മുമ്പാകെ ആയിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് കിടക്കും മുമ്പ് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പരിശോധിച്ച് യോഗ്യതയോടെ ഇതിൽ നിന്ന് പങ്കെടുക്കുന്നുള്ളത് ദൈവവചന കൽപ്പനയാണ്. അതുകൊണ്ട് എല്ലാ സമയവും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുവാൻ സമയമെടുക്കും. അപ്രകാരം തന്നെ ഇന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം, നമ്മളെ തന്നെ പരിശോധിക്കുന്നതിനായിട്ട്. അതിലേക്ക് പോകുന്ന മുമ്പ് ഇന്നലെ ഞങ്ങളിവിടെ ആരംഭയിൽ ഉപവാസ പ്രാർത്ഥന എന്നുള്ളൊരു രീതിയിൽ ഇവിടെ കൂടിയപ്പോൾ ചിന്തിച്ചൊരു ഒരു ദൈവവചന പ്രമാണം അല്ലെങ്കിൽ ദൈവവചന സത്യം, അത് മറ്റൊന്നുമായിരുന്നില്ല, ഇതായിരുന്നു. ദൈവവചനത്തെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് പിശാച് ചെയ്യുന്ന ഒരു ചതിയുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഓർത്തതിന് ശേഷം ദൈവവചനത്തിന്റെ കേൾവിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ദൈവവചനം കേൾക്കുന്നതിലേക്ക് പോകാം. അത് ഇതാണ്, പിശാച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട് വരുന്ന ദൈവവചനത്തിന്റെ വാഗ്ദാനങ്ങളും. നമ്മൾ ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ വായിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. ദൈവവചന കൽപ്പനകളും, അതും ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ വായിക്കുന്നത് കൽപ്പനകളാണ്. കൽപ്പനകളും വാഗ്ദാനങ്ങളും, അത് കൽപ്പനകളെ സംബന്ധിച്ച് അതൊന്നും അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറെ രീതിയിൽ അനുസരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു ചതി, പിശാചിന്റെ ചതി. മറ്റൊന്ന്, വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വാഗ്ദാനങ്ങൾ, ദൈവവചനം വെളിപ്പെട്ട് വരുന്ന ദൈവവചന വാഗ്ദാനങ്ങൾ, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ എഴുതി ബൈബിളിൽ ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് പറയുന്ന ഒരു ചിന്ത. ഈ രണ്ട് ചിന്തയും പിശാചിന്റെ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നാം ബോധപൂർവം എതിർത്ത് ജയിച്ച് അതിന്റെ മേൽ അത് വിശ്വാസത്തിൽ പ്രാപിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആ കൽപ്പനകളെ അനുസരിക്കുവാനുള്ള വിശ്വാസത്തോടുകൂടി അനുസരിക്കുകയും, അല്ലെങ്കിൽ കൽപ്പനകളിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ വെളിപ്പെട്ട് വരുന്ന വാഗ്ദാനങ്ങളെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് അനുഭവിക്കാനുള്ളതും ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് ദൈവവചനത്തിലൂടെയുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. അത് ചതിയാണ് പിശാചിന്റെ, അത് നേരെ എതിരായിട്ട് വരുന്നത് ചതിയാണെന്ന് ഓർത്ത് അതിനെ നമുക്ക് ബോധപൂർവം എതിർത്തുകൊണ്ട് നമുക്ക് ദൈവവചനത്തിന്റെ കേൾവിയിലേക്ക് പോകാം. ഈ പൽക്കാലം നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മളെ പരിശോധിക്കുവാനായിട്ട് നൽകുമ്പോൾ, ആ വചനത്തെ കേൾക്കുമ്പോൾ ഈ ഒരു ചിന്ത, ഈ ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ നടന്നുകൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് ശ്രമിക്കും, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് നടക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, ഇത് നടക്കാത്ത കാര്യമാണ്, ഇത് വെറുതെയാണ്, ഇത് സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ആ ശബ്ദത്തെ കേട്ടാൽ അപ്പോൾ തന്നെ അതിനെ എതിർക്കണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് നമുക്ക് നടക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പ്രവൃത്തി അതാണ്. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ ഓർക്കുന്ന ശുശ്രൂഷയാണ് കർത്തൃമേശ ശുശ്രൂഷ. കർത്താവ് കാൽവറിയിൽ തന്റെ ശരീരം നുറുക്കി രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ആ രക്ഷ ലഭിക്കുവാൻ, നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തു, രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ആ രക്ഷയെ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വീണ്ടുജന്മം നടന്നു കഴിഞ്ഞുവെങ്കിൽ, വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഏറ്റുപറച്ചിൽ ഒരു കാര്യമുണ്ട്. എന്താണ്? കർത്താവിന്റെ കാൽവറിയിൽ രക്ഷ അനുഭവിച്ചുകൊണ്ടായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ആ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നടക്കേണ്ട ഒരു ഏറ്റുപറച്ചിൽ എന്താണ്? അത് ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണത്? നമ്മൾ വാക്യം വായിക്കാം. ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്ഷാപദ്ധതിയുടെ പങ്കാളികളായിക്കൊണ്ട് നമ്മൾ ഒരു വീണ്ടുജന അനുഭവത്തിലൂടെ രക്ഷ അറിഞ്ഞുവെങ്കിൽ നമ്മളുടെ ഏറ്റുപറച്ചിൽ പൗരസപുസ്തകം എഴുതിയിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. എന്താണത്? ഗലാത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. മറ്റൊരു രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? ഈ വീണ്ടുജനത്തോടുകൂടി നമ്മളുടെ ഹൃദയത്തിലുള്ള ഏറ്റുപറച്ചിൽ ഇതാണ്, ഇനി ഞാൻ ജീവിക്കുന്നില്ല. അതെന്താണ് അവിടെ ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കാര്യമാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് മുഴുവൻ വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടി ഞാൻ മുഴുവൻ വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത പുത്രനിലുള്ള വിശ്വാസത്താൽ, ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റുപറച്ചിൽ ഇതല്ലേ?
അതെ, വീണ്ടും ജനിച്ച മക്കളായി തീർന്ന ഓരോരുത്തരുടെ ഏറ്റുപറച്ചിൽ ഇതല്ലേ നമ്മൾ രക്ഷ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ, കർത്തൃമേശ ശുശ്രൂഷയിൽ നമുക്ക് രക്ഷ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ, കാൽവറിയിലെ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി തീർന്ന് ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റുപറച്ചിൽ ഇത് തന്നെയാണ്. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. എങ്ങനെ? എനിക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന പുത്രനുള്ള വിശ്വാസത്താൽ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഈ ഒരു ഏറ്റുപറച്ചിലായിരിക്കും നമ്മുടെയും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ ഒന്നുകൂടെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഒന്ന് പ്രായോഗികമായിട്ട് ചിന്തിച്ച് ചോദിക്കുക, എന്താണ്? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും, അത് മനസ്സിലായില്ലേ? ഇങ്ങനെ വചനം ഇങ്ങനെ വായിക്കാനും കേൾക്കാനും നമുക്ക് നല്ല രസമാണ്. പക്ഷെ അതിന്റെ ഒരു അനുഭവമായിട്ട് പ്രായോഗികമായിട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും യേശുവിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പറ, യേശുവിന്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അത് എന്തോ ഒരു കാര്യമായിട്ട് ഇരുന്നോളും. പക്ഷെ ഞാൻ ഇനി ജീവിക്കുന്നത് ഞാനല്ലെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഇനി ഓരോ ദിവസം ജീവിക്കുന്നത് യേശു ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്നത് നമ്മളാണല്ലോ ജീവിക്കുന്നത്. ഓരോ ദിവസം ജീവിക്കുന്നത് ഞാനല്ലേ. അപ്പം യേശുവാണ് ജീവിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറ. തിയോളജിയാ, വലിയ വചനം, വലിയ വേദശാസ്ത്രമാണല്ലോ പറയുന്നത്. അതല്ല, പ്രായോഗികമായിട്ട് പറയാം. എന്നിലൂടെ വരുന്ന സ്വഭാവം അല്ല, അങ്ങനെ അല്ലേ ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, യേശു ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറ. യേശുവിന്റെ സ്വഭാവം എന്നിൽ ഉണ്ടാകണം അല്ലേ? അപ്പൊ നമ്മൾ ജീവിക്കുന്നത് യേശുവിന്റെ സ്വഭാവത്തിൽ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരേണ്ടത് യേശുവിന്റെ ജീവനായിരിക്കണം, യേശുവിന്റെ സ്വഭാവമായിരിക്കണം. അതല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? ആണോ? അപ്പോൾ നമുക്ക് ഈ പകൽക്കാലം പരിശോധിക്കാം, എത്രത്തോളം വചനത്തോടെ നമ്മൾ സത്യസന്ധരായിരിക്കുന്നു. പിശാച് പറയും ഇത് നടക്കാത്ത കാര്യമാണ്. പിശാച് പറയും നിനക്കൊരിക്കലും യേശുവിനെ പോലെ. പക്ഷേ ദൈവം പറയുന്നു ജീവിക്കണമെന്ന്, ജീവിക്കാം അല്ലെങ്കിൽ ജീവിക്കാം. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ, അതാണ് വീണ്ടും ജന്മ അനുഭവം എന്ന് പറയുമ്പോൾ, വീണ്ടും ജന ജീവിതം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണെന്ന് ദൈവവചനം പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. പിശാചിന്റെ ചതിയിൽ വിശ്വസിക്കരുത്. പിശാച് പറയുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ബോഷ്കാടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യേശുവിന്റെ ജീവന് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് പകൽക്കാലം നമുക്ക് പരിശോധിക്കാം ഇത് എത്രത്തോളം നമ്മളിൽ സത്യമായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത്, എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. ആ പരിശോധനയായിരിക്കും നമ്മളെ ഇന്ന് ദൈവസന്നിധിയിൽ കർത്തൃമേശ ശുശ്രൂഷയെ അർത്ഥവത്തായിട്ട് പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളവരാക്കുന്നത് എന്നുള്ളത് ഞാൻ പറയുന്നത്. അതെ, ഇന്ന് നമ്മളെ കർത്തൃമേശ ശുശ്രൂഷയിൽ ഏറ്റവും യോഗ്യതയോടെ പങ്കെടുക്കുവാൻ നമുക്ക് പരിശോധിക്കേണ്ട വിഷയം ഇതാണ്: എത്രത്തോളം എന്നിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം യേശുവിന്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് പരിശോധിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? യേശുവിന്റെ സ്വഭാവം എന്താ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലെ, വേദശാസ്ത്രപരമായിട്ട്, അല്ലെങ്കിൽ തിയോളജിക്കലി, അല്ലെങ്കിൽ നമുക്ക് വചനം എടുത്ത് വെച്ചോണ്ട് നമുക്കിപ്പോ ഒരു എത്ര നേരം വേണേലും പറയാം, എത്ര ദിവസങ്ങൾ വേണേലും യേശുവിന്റെ സ്വഭാവത്തിന്റെ പല പല കാര്യങ്ങൾ പറയാം. പക്ഷെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെങ്കിലും നോക്കാം. യേശു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എന്തായിരുന്നു? യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്? യേശു ജീവിച്ചപ്പോൾ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ നിന്ന് ഒരിക്കലും എന്ത് ചെയ്തില്ല? സ്വന്തം ഇഷ്ടം ചെയ്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് സ്വയമായിട്ടൊന്നും ചെയ്തില്ല, സ്വന്തമായിട്ടൊന്നും. അത് കർത്താവ് ആവർത്തിച്ച് ഏറ്റു പറയുന്നുണ്ട് അല്ലേ, ഒരുപാട് സ്ഥലത്ത്. യോഹന്നാന്റെ സുവിശേഷത്തിലാണെന്നല്ലേ ഏറ്റവും കൂടുതലുള്ളത്. നമുക്കത് ചില വേദഭാഗങ്ങൾ നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം അധ്യായം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ആദ്യം: സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പുത്രന് തന്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ സ്വയമായി ഒന്നും ചെയ്യാൻ കഴിവില്ല. കാരണം പിതാവ് ചെയ്യുന്നതല്ലാതെ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതിന്റെ 30-ാം വാക്യത്തിലും ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു കാര്യം വീണ്ടും പറയുന്നു: എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ല, ഞാൻ കേൾക്കുന്ന പ്രകാരം ന്യായം വിധിക്കുന്നു, എന്റെ വിധി നീതിയുള്ളതാണ്. എന്നാൽ ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ അയച്ചവന്റെ ഇഷ്ടമത്രേ പ്രവർത്തിക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ 6-ാം അധ്യായം അതിന്റെ
38 വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. വീണ്ടും അതിന്റെ 8 അധ്യായത്തിന്റെ 28 വാക്യം, ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ എന്റെ പിതാവ് ഉപദേശിച്ചു തന്നത് മാത്രം സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. ഇനിയുണ്ടോ? ഇനി കുറെ വാക്യങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇനി 12 ഒരു വാക്യം, 12:44. അതെ, 44, 49. 44 പറയുന്നു, ശരി, 49, 49 44 ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. ഞാൻ എന്ത് പറയണമെന്ന് എങ്ങനെ പറയണമെന്നും എന്നെ അയച്ച പിതാവ് കൽപ്പിച്ചിരിക്കുന്നു. ആവർത്തിച്ച് നമ്മൾ കാണുന്നത്, ആവർത്തിച്ച് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്താണ് ആവർത്തിച്ച് പറഞ്ഞത്? എന്താണ് കർത്താവ് എന്താണ് ജീവിച്ചത്, എങ്ങനെയാണ് കർത്താവ് ജീവിച്ച ഒന്നാമത്തെ പാഠം നമ്മൾ കർത്താവിൽ നിന്ന് കാണേണ്ടത്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ജീവിതത്തിൽ പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം എന്ന ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇതിനെ കാണണം. എന്ത്? കർത്താവ് എങ്ങനെ ജീവിച്ചു? കർത്താവ് ഓരോ ദിവസവും ജീവിച്ചത് എങ്ങനെയാണ്? ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചില്ല. താൻ പറയുന്നതും, ഇവിടെ പറഞ്ഞു, ഞാൻ പറയുന്നത് പിതാവ് എന്നോട് പറയുന്നതാണ് പറഞ്ഞതെന്ന് നമ്മൾ വായിച്ചു. പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പിതാവായ ദൈവം തന്നോട് പറയുന്നതല്ലാതെ സ്വന്തമായിട്ട് താൻ ഒന്നും ചെയ്തില്ല. അതാണ്, സ്വന്തമായിട്ടൊരു പ്രവൃത്തി തന്റെ ജീവിതത്തിലില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എങ്ങനെ ആയിരിക്കണമെന്നാ അതിന് അവസാനം കർത്താവ് കാൽവറി ക്രൂശിൽ കിടന്നപ്പോഴും അതായിരുന്നു കേട്ടോ. ക്രൂശിൽ കിടന്നപ്പോഴും പറഞ്ഞ ഒരു വാക്യം ഉണ്ടല്ലോ മത്തായിയുടെ സുവിശേഷത്തില്. കർത്താവ് ക്രൂശിൽ കിടന്നപ്പോഴും പറഞ്ഞത് അതെല്ലാം അറിയാമല്ലേ നമുക്ക് എല്ലാവർക്കും. അത് വളരെ പെട്ടെന്ന് ഓർമ്മ വരും ആ വാക്യം. അതാണ്, അതോടെ അത് വെളിപ്പെട്ടത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 20 അവസാനത്തെ ഗെത്സമനേൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ ഹെൻറി പറഞ്ഞത് തന്നെയാണ്, എന്റെ ഇഷ്ടമല്ല എന്ന് പറയും. അത് ക്രൂശിൽ, അത് ഗെത്സമനയിലാണല്ലോ അല്ലെ? ഗെത്സമനയിലാണ് ക്രൂശിൽ. 26 ഗെത്സമനയിലാണ്, ക്രൂശിലല്ല, ഗെത്സമനയിലാണ്. ഗെത്സമനയിൽ വെച്ച് പരിശുദ്ധ അവിടെയും പറയുന്നുണ്ട്, ആ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ക്രൂശിലേക്ക് പോവുകയാണ്. തന്റെ അവസാന നാളിലാണ് ഗെത്സമനയിൽ തോട്ടത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് പറയുന്നു, 26 39 വാക്യം, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെ അല്ല, എന്റെ ഇഷ്ടം പോലെ അല്ല, അങ്ങയുടെ ഇഷ്ടം ആകട്ടെ, അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മള് അനുവർത്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട ദൈവത്തിന്റെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം. ഇനി നമ്മളൊന്ന് നോക്കിയാൽ നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? രാവിലെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇത് കാണുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഓരോ ദിവസം? രാവിലെ എഴുന്നേറ്റ് എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തോന്നി, നമ്മൾ ഇന്നലെ ആ കാര്യം പറഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് പോകും. രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് പോകും. ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്, നമ്മൾ തീരുമാനിക്കുന്ന അനുസരിച്ചല്ല. ഇന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ നാളെ രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്. അല്ലെങ്കിൽ കർത്താവ് പറയുന്ന പോലെ കാത്തിരുന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട്, കർത്താവിൽ നിന്ന് കേട്ടിട്ട് അതിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ പറയും, പക്ഷേ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന്. എന്നിട്ട് അതല്ല, ഞാൻ നമ്മുടെ പ്രായോഗികമായിട്ടുള്ള കാര്യത്തിൽ തന്നെ ഞാൻ പറയും, നമ്മൾ ചില സമയത്ത് നമ്മൾ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില സഹോദരന്മാർ അഭിപ്രായം ചോദിക്കും. ഞാൻ പറയുമ്പോഴത്തേക്ക് അത് നടക്കുന്ന കാര്യമാണ്. അഭിപ്രായം ചോദിക്കും, അഭിപ്രായം പറയും, പക്ഷെ അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്യുന്നു. ഞാനിത് പലപ്പോഴും ഇപ്പൊ എനിക്ക് ചിലരുടെയൊക്കെ ചിലരെ കുറിച്ചൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അഭിപ്രായം ചോദിച്ചാലും ചോദിക്കുന്നത് തന്നെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു
സ്വയത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരെന്നോട് അഭിപ്രായം ചിലർ ചോദിക്കാൻ അവരെ ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പിന്നീട് പ്രവർത്തിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നേരെ ഇപ്പൊ ഞാൻ എന്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ചോദ്യത്തിന് പോലും ഒരു വലിയ അർത്ഥമില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആ ചോദ്യം ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഞാൻ പിന്നെ അത് ചോദിക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അഭിപ്രായം ചോദിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ മനുഷ്യ സ്വഭാവമാണ്. നമ്മുടെ ജഡത്തിൽ അതാണ്. നമ്മളെപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പലപ്പോഴും അല്ല മിക്കപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. പക്ഷെ കർത്താവ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും വാക്ക് ഭരിപ്പിക്കുക. അതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഭരിപ്പിക്കുക ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? എവിടുന്നാ കിട്ടിയത്? കേട്ട് എന്നാ ഇതിന്റെ അർത്ഥം എന്താ? മരിപ്പിക്കുക എന്ന് പറഞ്ഞ എന്താ? ഇഷ്ടം ചെയ്യാതിരിക്കുക. മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരി. അപ്പൊ അതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം എത്രയെങ്കിലും കാണും? ഒരു 0, 0 അതാ മരണം. അങ്ങനെ പറയണം. മരിപ്പിക്കുക എന്നുള്ള വാക്ക് പറയാനാണ് പഠിച്ചു. പക്ഷെ മരിപ്പിക്കുക എന്നുള്ള വാക്ക് പറയാൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. മരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നാണ്. അപ്പൊ എനിക്ക് എന്റെ സ്വന്തമായിട്ട് ഒരു ഇഷ്ടവും ഇല്ലാത്തവരാണ് ഞാൻ. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ലെന്ന് പറഞ്ഞിട്ട് എളുപ്പമായി. അങ്ങനെ അല്ലെന്ന് പറയാനല്ലല്ലോ കേൾക്കുന്നത്. അങ്ങനെ ആകണ്ടേ? കഴിയുന്നില്ല കർത്താവേ, ആ തോന്നി ഉയരട്ടെ. അത് പറയാം. അത് സത്യമാണ്. കഴിയുന്നില്ല കർത്താവേ എന്ന് പറയാം. അത് സത്യസന്ധമാണ്. അത് നിലവിളി ഉയരട്ടെ. അവിടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് ആത്മാവിനാൽ നമ്മളെ അതിന് പ്രാപ്തരാക്കും. നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാം? 100% നമ്മുടെ ഇഷ്ടത്തെ മരിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം നടക്കത്തുമില്ല. ഏതാണ്? യേശുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകത്തുമില്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. ആ വാക്യം ഏതാ? യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് നാം നാൾതോറും 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ അതല്ലേ പറയുന്നത്? നാൾതോറും നമ്മൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്താ? നമ്മുടെ സ്വയത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ 2 കൊരിന്ത്യർ എല്ലാവർക്കും അറിയാവുന്ന വാക്യം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വായിക്കുന്ന. അതുകൊണ്ട് ഈ മരിപ്പിക്കുന്നു എന്നുള്ള വാക്ക് നമുക്ക് അറിയാമെന്ന് പറഞ്ഞത്. നമുക്കത് കാണാതെ അറിയാം. അത് നമുക്ക് നമ്മുടെ അറിവിൽ നമുക്കറിയാം. ഇതാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ ആ വാക്യം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ നിരന്തരം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പോൾ മാത്രമേ. അപ്പൊ അവിടെ എന്താണ്? മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 100% ആണ്, 100% പൂർണ്ണമാണ്, ഒന്നും ഇല്ലാതാകുകയാണ്, ഒരു താല്പര്യമില്ല. അങ്ങനെയുള്ളിടത്താണ് എന്ത് വെളിപ്പെടുന്നത്? യേശുവിന്റെ സ്വഭാവം വെളിപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ? അത്തരത്തിൽ നമ്മുടെ സ്വയത്തെ മരിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സ്വയ താല്പര്യത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മളോടുള്ള സ്നേഹത്തിൽ ചില സാഹചര്യങ്ങളെ ഒരുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെ ഇല്ലാതാക്കാൻ. പക്ഷെ അവിടെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ സ്വന്തം താല്പര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ അവിടെ നമ്മൾ അതിനെ ചാടിക്കടക്കാനായിട്ട് നമ്മളായിട്ട് സ്വയം വേറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവിടെ നമുക്ക് കീഴടങ്ങിയിരിക്കാൻ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ദൈവം ആ വഴി അടച്ച് നമ്മുടെ ഇഷ്ടത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ അവിടെ കാത്തിരുന്ന ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന വാതിൽ തുറക്കട്ടെ അല്ലെങ്കിൽ ദൈവം വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണോ ചെയ്യുന്നത്? അതോ ദൈവം ഒരുക്കിയ ആ ഒരു ഇടുക്ക വഴിയിലൂടെ കടക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവം ഒഴുക്കുന്ന മറ്റൊരു ഇടുക്ക വഴി കാണിച്ചു തന്നിട്ട് അതിലൂടെ കടക്കാൻ പറയുമ്പോൾ അതിൽ മടിച്ചു നിൽക്കുകയും നമുക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഈ വഴി തന്നെ ചാടിക്കിടക്കണമെന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ദൈവം ചില സാഹചര്യങ്ങളെ ഒരുക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി. നമ്മൾ പക്ഷെ കാണാതെ പോകുന്നതാണ് നമ്മുടെ അപകടം. നമുക്കിന്ന് സത്യസന്ധമായിട്ട് എൻ്റെ പേർ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചറിഞ്ഞാൽ 100% നമ്മുടെ താല്പര്യം
ഇല്ലാതാകേണ്ടത്. അല്ലാതെ 90% അല്ലെങ്കിൽ 99% ഞാൻ എന്റെ ഇഷ്ടം മാറ്റിവെച്ചു, പക്ഷെ 1% എന്റെ ഇഷ്ടം ഞാൻ ജീവിച്ചോട്ടെ, 1% ഞാൻ എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ, അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ദൈവം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യ ജീവിതം. 1% ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചു, 99% ദൈവഗീതത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണോ? ഇന്ന് പലരും അങ്ങനെയാണ് കാണുന്നത്. ഇന്ന് 99 പോകണ്ട, ഒരു 50-50 ആയിട്ടാണ് പലരും വിചാരിക്കുന്നത്. അത് മതിയെന്നാ പറയുന്നത്. ഇത് ഞാൻ 99 വരെ പറഞ്ഞു, 99 എന്നാ പറഞ്ഞത്. അതുപോലും അല്ല എന്നുള്ളതാണ് ഈ മരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ സന്ദീപ്? മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ അല്ലേ, പൂർണ്ണമല്ലേ? അതെ, ടോട്ടലാണ്, സമ്പൂർണമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ ജീവിതത്തിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് പാൽക്കാലം പരിശോധിക്കുമ്പോൾ നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മൾ ഇന്ന് ദൈവമുമ്പാകെ ഏറ്റുപറയും, കരയും. നമ്മൾ പറയും, കർത്താവേ, എനിക്ക് ആ ശക്തി വേണം. എന്നെ 100% സ്വന്തം താല്പര്യം വെടിഞ്ഞവനായിട്ട് അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചതുപോലെ എപ്പോഴും പിതാവിൽ നിന്ന് കേട്ട് പിതാവ് പറയുന്നത് തന്നെ ചെയ്ത് പിതാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറിക്കൊണ്ട്, അല്ല പിതാവിന്റെ ഇഷ്ടം നിറവേറിക്കൊണ്ട്, സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം താല്പര്യത്തിന് 1% പോലും വില കൊടുക്കാതെ, സ്വന്തം താല്പര്യത്തിന് അല്പം പോലും വില കൊടുക്കാതെ അവിടുന്ന് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ഞാൻ എന്റെ മനസ്സ് വയ്ക്കുന്നു, എന്റെ ജീവിതം വയ്ക്കുന്നുവെന്ന് ഈ പാൽക്കാലം നമുക്ക് ഏറ്റുപറയാൻ കഴിയണം. ഏറ്റുപറയണം എന്ന് ഏറ്റുപറഞ്ഞാൽ നല്ലതായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റുപറയണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ പറച്ചിലില്ല, ആ ഒരു ഏറ്റുപറച്ചിലില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. അപ്പോൾ നമ്മൾ മറ്റേ പിശാചിന്റെ ചതിയിൽപ്പെട്ടു പോവുകയാണ്. ഏറ്റുപറയാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ ഏറ്റുപറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ ചതിയിൽപ്പെട്ടു പോവുകയാണ്. നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നതുമായിട്ടുള്ള പിശാചിന്റെ ചതിയിൽപ്പെട്ടു പോവുകയാണെന്നുള്ളത് ഓർക്കുക. അതിനെ നമുക്ക് ബോധപൂർവ്വം എതിർത്തുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസത്തോടെ വാക്കുകളായി ഏറ്റുപറയാം. കർത്താവേ, എനിക്കിപ്പോ പഴുത്തില്ല, പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ എനിക്ക് എന്നെ അവിടുത്തെ അത് നിവൃത്തിയാക്കുമെന്നുള്ളത് നമുക്ക് ഏറ്റുപറയാമുണ്ട്. വീണ്ടും നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കാണിച്ച മറ്റൊരു സ്വഭാവം, അവിടുന്ന് കാണിച്ച സ്വഭാവമായിരുന്നു ഏറ്റവും. പിന്നെ നമ്മളെപ്പോഴും യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താ? എപ്പോഴും പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താ? താഴ്മ. എപ്പോഴും പറയുന്നതാണ് താഴ്മയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പറയുന്ന ഇത് ഉദാഹരണം കർത്താവ് ദാസരെ താഴ്മയും എന്നിൽ നിന്ന് പഠിക്കുക. അതുപോലെ ഞാൻ ഉദാഹരണം പറയുന്നത്, കർത്താവ് താഴ്മയുള്ളവനായി ദാസനെ പോലെ താഴ്ത്തി ശിഷ്യന്മാരുടെ കാല് കഴുകി. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ പറയുന്നത് യെശയ്യാപ്രവചനത്തിലെ വാക്യം 53 പറയുന്ന താഴ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അവിടുന്ന് രോഗം കത്തിരിക്കുന്ന നടുവിലെ കുഞ്ഞാടിനെ പോലെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നിന്നു, ഒന്നും മിണ്ടാതിരുന്നു എന്നൊക്കെ പറയും. അതെ, അതൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. താഴ്മയാണ്, തീർച്ചയായിട്ടും താഴ്മ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഇതൊക്കെ നമുക്ക് പറ്റും. നമ്മളെ ഒരാൾ ചോദിച്ചാൽ നമ്മൾ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും മിണ്ടാതിരിക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനൊക്കെ നമുക്ക് വലിയ ഉത്സാഹം, മറ്റുള്ളവരുടെ കാല് കഴുകുക എന്നാൽ ആ രീതിയിൽ തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ അത് പൂർണ്ണതയാവുന്നുണ്ടോ? താഴ്മയുടെ പൂർണ്ണത അവിടെയാണോ എന്നുള്ളത് മറ്റൊരു വാക്യം വായിച്ചപ്പോഴാണ് എനിക്ക് ആ കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ ദൈവം ഉള്ളിൽ നിന്നത്. അത് താഴ്മയുടെ ഒരു പൂർണ്ണത. നമ്മൾ വാസ്തവത്തിൽ താഴ്മയുടെ പൂർണ്ണത ഉണ്ടാണെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം? നമ്മൾ വാസ്തവത്തിൽ താഴ്മയുടെ പൂർണ്ണത എന്ന് പറയുന്നത്, നമ്മൾ പൂർണ്ണമായി താഴ്ത്തപ്പെട്ട കർത്താവിനെ പോലെ താഴ്മയുള്ളവരാണെങ്കിൽ നമ്മളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും? ഒന്നുമില്ല, ഐ ആം നത്തിങ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണമല്ലോ. അതാണല്ലോ താഴ്മയുടെ ഏറ്റവും അങ്ങേറ്റം എന്ന് പറയുന്നത്. ഞാൻ തന്നെത്താൻ ഒഴിച്ചു തന്നെ പൂർണ്ണമായിട്ടും തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നത് ഞാനൊന്നും അല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ താഴ്മ. അതിന്റെ ഒരു തെളിവെന്താണ്? അത് പത്രോസിന്റെ ലേഖനത്തിൽ, യെശയ്യാപ്രവചനത്തിന്റെ ഒരു റെഫറൻസ് പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ഒരു സ്വഭാവം കാണുന്നുണ്ട്. കർത്താവ് വെറുതെ ഈ മിണ്ടാതിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ സഹിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ കടിച്ചു പിടിച്ച് സഹിക്കുകയാണ്. ആ സഹിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവ് ഒരു കാര്യം കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. എന്താണ്? എന്നിട്ടാണ് അത് എന്റെ മാതൃക വെച്ചിട്ട് പോയി എന്ന് പറയുന്നിടത്ത് നമുക്ക് അവിടെ വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20
21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടുത്തെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാപവും ചെയ്തില്ല, അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, പീഡനം സഹിക്കുമ്പോൾ അത് ഭീഷണിപ്പെടുത്തില്ല, ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ സ്വയം പരിമേൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പം കർത്താവ് സഹിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ ഒരു കാര്യം കൂടി ചെയ്തത്. എന്താണ് അത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊന്ന് വ്യക്തമാവുന്നുണ്ടോ? അല്ലെങ്കിൽ അത് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ? എന്താണ് അവിടെ? ഒന്നുകൂടെ എന്താണ് അവിടെ? ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ വരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അപ്പൊ അതും കൂടെ അതിന്റെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അവിടെ വന്നു. ഒരു കാര്യം കൂടെ ഇംഗ്ലീഷിൽ എങ്ങനെയാ ഇൻട്രസ്റ്റിംഗ്? അപ്പം കേവലം സഹിക്കുക മാത്രമല്ല, അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രവൃത്തിയും കൂടെ അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണണം. എന്താണ്? ഈ ആളുകളെ, തന്നെ പീഡിപ്പിക്കുന്നവരെ കുറിച്ച് ഒരു വിധിയും തന്റെ മനസ്സിൽ ഉണ്ടാക്കിയില്ല. അവരെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റും അവരെ വിധിച്ചില്ല കർത്താവ്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് സ്വയമായിട്ട് അവരെ ഒന്നും വിധിച്ചില്ല എന്നുള്ള അർത്ഥം കൂടി ഇല്ലേ? ഇല്ലേ? അപ്പൊ കർത്താവിന്റെ സ്വഭാവത്തിൽ നമ്മളൊരു കാര്യം കാണുന്നത് എന്താണ്? ഒരിക്കലും കർത്താവ് ആരെയും വിധിക്കുന്നില്ല. തന്നെ ദ്രോഹിച്ചാലും കർത്താവ് അവരെ, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, നിങ്ങളാണ് തെറ്റുകാരൻ എന്നുള്ള ചിന്ത പോലും കർത്താവിന്റെ ചിന്തയിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, ആരെയും വിധിക്കുന്നില്ല. ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ആ കാര്യം കൊണ്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. ആരെയും വിധിച്ചില്ല. അത് കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നിടത്ത് കർത്താവ് ആരെയും വിധിച്ചില്ല എന്ന്, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറയുന്നൊരു വാക്യമുണ്ടല്ലോ. യോഹന്നാൻ 8 ഞാൻ 8:15-16 അല്ലെ 15-ലാണല്ലേ? 15-ലാണ് അത്. 15 നിങ്ങൾ മനുഷ്യന്റെ മാനദണ്ഡ പ്രകാരം വിധിക്കുന്നത്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് താഴ്മയുടെ പൂർണ്ണത എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ശരിക്കും താഴ്മയുടെ പൂർണ്ണത നമ്മൾ താഴ്മയെന്ന് പറയുമ്പോൾ താഴ്മയുടെ പൂർണ്ണത അല്ലെങ്കിൽ താഴ്മയുടെ അങ്ങേയറ്റം എന്ന് പറയുന്നത്, ഞാൻ ഒന്നുമല്ല എന്ന് പറയണമെങ്കിൽ, ഞാൻ ഒന്നുമല്ലാത്തവരാണെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഞാൻ ആരെയും വിധിക്കാതിരിക്കുന്നു. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എന്താ? നമുക്ക് എപ്പോഴും പെട്ടെന്ന് വരുന്നത് എന്താ? എത്ര പറഞ്ഞാലും എപ്പോഴും കോപത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അല്ലെങ്കിൽ കുഴപ്പം മുഴുവൻ ആർക്കാ? അങ്ങനെ പറഞ്ഞ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വിധിക്കുന്നു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതിപ്പോ ഞാൻ പറഞ്ഞ അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ വിധിക്കുന്നത്? ഞാൻ എന്തോ കൊള്ളാവുന്നവനാണെന്നുള്ള, ഞാൻ അവരെക്കാൾ ഇച്ചൂടെ മെച്ചമാണെന്നുള്ള തോന്നലിൽ നിന്നാണ് ഞാനൊരു ആളെ വിധിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വിധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എവിടെ എത്തണം? ഞാൻ ആരെക്കാളിലും ഒട്ടും മികച്ചവനല്ല, അല്ലെങ്കിൽ എല്ലാരേക്കാളിലും ഏറ്റവും താഴ്ന്നവനാണ്, ഞാൻ നത്തിങ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആരെയും വിധിക്കുകയില്ല. പീഡനം സഹിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷെ വിധിക്കാതിരിക്കാൻ കുറച്ചുകൂടെ കഷ്ടത സഹിക്കാൻ, പീഡനം സഹിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരാളെ വിധിക്കാതിരിക്കാൻ കുറച്ചുകൂടെ പ്രയാസമാണ്. സത്യസന്ധമാണെങ്കിൽ അത് തിരിച്ചറിയാം. സത്യസന്ധരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാളെ വിധിക്കാതിരിക്കാനാണോ എളുപ്പം, അതോ പീഡനം സഹിക്കാനാണോ എളുപ്പം? ഞാൻ പറയാം, പീഡനം സഹിക്കാനാണ് എളുപ്പം. ഒരാളെ വിധിക്കാതിരിക്കാൻ വലിയ പ്രയാസമാണ്. കർത്താവ് ചെയ്തതുപോലെ ന്യായമായി വിധിക്കുന്നവരുടെ പക്കൽ പരിമേൽപ്പിക്കാൻ നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മൾ അന്യായമായി കഷ്ടം സഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെങ്കിലും ഒരു വിധി വരാതിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ?
മനസ്സിലെങ്കിലും എന്നാലും ഞാനത് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു ഒരു കരച്ചില്. എന്നാലും അവരെന്നോട് അത് ചെയ്തല്ലോ, ഞാൻ ഈ പ്രയാസപ്പെട്ടതെല്ലാം ചെയ്തിട്ടും അവരെന്നോട് അങ്ങനെയാണല്ലോ പെരുമാറിയത്. ഇത്തരത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വിധിയായി കഴിഞ്ഞു. അത് നമ്മളറിയാതെ നമ്മൾ വിധിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായമായി വിധിക്കുന്നതിന്റെ പക്കൽ വരമേൽപ്പിച്ചെടുത്ത് വെളിപ്പെട്ട് വന്ന കർത്താവിന്റെ താഴ്മയുടെ പൂർണ്ണതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ താഴ്മയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് കർത്താവിൽ നിന്ന് പഠിക്കാം. ആ താഴ്മയിലേക്ക് നമുക്ക് വരാം. ആ താഴ്മയാണ് കർത്താവ് എന്നിൽ നിന്ന് പഠിക്കുവാൻ പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഈ പാൽക്കാലം മനസ്സിലാക്കി നമുക്ക് സത്യസന്ധതയോടെ പറയാം, കർത്താവെ ആ താഴ്മയിലേക്ക് ഞാൻ ഇന്നും എത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കരയാം, കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ എന്നെ ആ താഴ്മയിലേക്ക് കൊണ്ടുവരണോ എന്ന് പറയുന്നിടത്ത് ഇന്ന് നമ്മൾ വാസ്തവമായി കർത്താവിന്റെ മരണത്തെ, നമ്മുടെ രക്ഷാപദ്ധതിയെ യോഗ്യതയോടെ ഓർക്കുകയാണ്. അല്ലെങ്കിൽ കേവലം ഒരു പരിപാടി ചടങ്ങായി മാറും. സത്യസന്ധതയോടെ ഒരു കരച്ചിലുണ്ടാകട്ടെ. തുടർന്ന് പല കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാം. ഒന്നിന്റെ കാര്യങ്ങളോട് കാണിക്കട്ടെ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിരന്തരം പിതാവിൽ ആശ്രയിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു, അല്ലെ? എബ്രാഹിം ആ വാക്യം നമ്മളെ ഏതാണ് പഠിപ്പിക്കുന്നത്? എബ്രാഹിം 5-ാം അധ്യായത്തിൽ കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി പിതാവിനോട് അഭയയാചനയും കഴിച്ചു എന്ന് വായിക്കുന്ന വാക്യം ഏതാണ് വാക്യം? എബ്രാഹിം 5-ാം അധ്യായത്തിലെ ആ വാക്യം. 5-ാം അധ്യായത്തിലല്ലേ? 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഈ ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അഭയയാചനയും കഴിച്ചു. ദൈവഭയം നിമിത്തം അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തിലെ 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, അവിടുന്ന് ഈ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ സഭയിൽ കേട്ടിട്ടുണ്ട്. സാഗ്ബർ എന്നൊക്കെ പലതവണ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മരണത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ? കർത്താവ് ക്രൂശ് മരണത്തിൽ നിന്ന് അല്ല. എന്താണ് കർത്താവ് പ്രാർത്ഥിച്ചത്? എന്തായിരുന്നു? ആത്മാവിന്റെ മരണം. ആത്മാവിന്റെ മരണം എന്ന് പറഞ്ഞാൽ പാപത്തെ ജയിക്കുന്നതിനുണ്ട്. പാപമില്ലാതെ അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തനിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്നുള്ള ശക്തി, പിതാവിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ അനുകരിക്കേണ്ട, നമ്മൾ മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വെളിപ്പെട്ട് വരേണ്ട ദൈവത്തിന്റെ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ നിന്നും വെളിപ്പെട്ട് വരേണ്ട ഒരു സ്വഭാവം നമ്മളവിടെ കാണുന്നു. എന്താണത്? പാപത്തിൽ നിന്ന് ജയിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം, കരച്ചില്. അതാണ് കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയയാചനയും കഴിച്ച് ഉത്തരം ലഭിച്ചു എന്നവിടെ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു വാക്കും കൂടെ കാണുന്നത് എങ്ങനെ ഉത്തരം ലഭിച്ചു എന്നാണ് കാണുന്നത്. കേൾക്കുന്നില്ല? അഭയാചനയും കഴിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടുതൽ ഒരു കാര്യം കൂടെ പറയുന്നത്, ഉത്തരം ലഭിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു വാക്യം കൂടെ പറയുന്നത് എന്താണ്? ഭയഭക്തി നിമിത്തം, ദൈവഭയം നിമിത്തം. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരു കാര്യം കൂടെ പഠിക്കുന്നു. എന്താ? ദൈവഭയം, പിതാവിനോടുള്ള ഭക്തി, ഭയഭക്തി, അത് നമ്മളിൽ ഉണ്ടാകണം. കർത്താവിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. കർത്താവിന് ഉത്തരം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര അധികം കർത്താവിന് ഇത് ആവശ്യമായിരുന്നു. കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് പിതാവിനോട് തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഭയാചനയും കഴിച്ചിട്ട് ദൈവഭയം നിന്ന് ഉത്തരം ലഭിച്ചു എന്ന് വായിക്കുമ്പോൾ നമ്മൾ കേവലം വായിച്ചു വിടുകയല്ല വേണ്ടത്. 2 കാര്യങ്ങൾ മുഖ്യമാണ്. 2 കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ കൃത്യമായും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായിട്ടുള്ള 2 സ്വഭാവങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ലാതെ, പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ലാതെ നമുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല, പാപത്തെ ജയിക്കാൻ കഴിയില്ല. പാപത്തെ ജയിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. 2, ദൈവഭയമില്ലാതെ പിതാവിൽ നിന്നുള്ള ഒരു ഉത്തരവും നമുക്ക് ലഭിക്കുകയില്ല. ഈ 2 കാര്യങ്ങൾ നമ്മൾ അവിടെ കാണണം, പഠിക്കണം. അതൊരു കാര്യം നമ്മൾ കാണുന്നു. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്റെ സ്വഭാവത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വളരെയധികം സ്നേഹിച്ചിരുന്നു, അല്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കർത്താവ് തന്നെ സ്നേഹിച്ച ശിഷ്യന്മാരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ശാസിച്ചിട്ടുണ്ടോ? കർശനമായി ശാസിച്ചിട്ടുണ്ടോ? അതറിയാം, അല്ലേ? ആദ്യത്തെ ശാസന ആർക്കായിരുന്നു?
അല്ല, ആദ്യത്തെ ശാസനം എന്നല്ല, ഒരു ശാസനം എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയാ? പത്രോസിനെ. പത്രോസിനോട് എന്താ പറഞ്ഞത്? സാത്താനെ നീ കടന്നുപോയി. എല്ലാവർക്കും അറിയാം ആ കാര്യം അല്ലേ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. എല്ലാവർക്കും ആ വാക്യമൊക്കെ നല്ല പരിചിതമാണ്. നമ്മുടെ ചർച്ചിൽ നിന്ന് വചനപരിജ്ഞാനത്തിൽ നമ്മൾ ഒട്ടും പുറയിലല്ല. പക്ഷേ അവിടെ ഒരു അവിടെ കർത്താവിന്റെ ജീവിതത്തിലെ ഒരു സ്വഭാവം നമ്മൾ കാണണം. എന്താണ്? ശാസനയാണ്, പക്ഷെ എന്തിനു ശാസിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ദൈവികമല്ലാത്തതെന്ന് മാത്രമല്ല, അത് എന്തായിരുന്നു? അത് ശരിക്കും പത്രോസിന്റെ ലോകത്തെ അല്ലെങ്കിൽ മാനുഷ്യമായ ജഡീകമായ ചില കാര്യങ്ങൾ. അപ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറയാം. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് കർശനമായ ഭാഷയിൽ ശാസിക്കാൻ പറ്റും. അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിഷ്ടമല്ലേ? ആ, ശാസിക്കുന്ന ഇഷ്ടമല്ലേ? വെറുതെ മനസ്സിലായി അതിനകത്ത്. ഞാനെന്താ ശാസിക്കുന്നത് ഇഷ്ടമാ, പക്ഷെ ശാസിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ശരിയായ അർത്ഥത്തിലായിരിക്കണമെന്നേ ഉള്ളൂ. കർത്താവ് ശാസിച്ച പോലെ ഇത് കിട്ടുമ്പോഴത്തേക്ക് എനിക്കും എന്റെ ഭാര്യയെ കർശനമായിട്ട് ശാസിക്കാം. കടന്നു പോ പിശാചേ എന്ന് കർത്താവ് വിളിക്കാമെങ്കിൽ പിന്നെ എനിക്കും എന്റെ ഭാര്യയെ കർശനമായ ഭാഷയിൽ ശാസിക്കാം എന്നാണോ? കർത്താവിന്റെ സ്വഭാവം വെളിപ്പെട്ടു അല്ലേ? പക്ഷെ കർത്താവ് സ്നേഹിച്ച ശിഷ്യന്മാരെ ശാസിച്ചത് എന്തിനു വേണ്ടിയാണ്? ശാസിച്ചോ? ലോകത്തെ സ്നേഹിക്കുമ്പോൾ ശാസിക്കാം. ലോകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ കർശനമായ ഭാഷയിൽ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ ആ ഭാഗത്ത് നിൽക്കണം. നമ്മൾ എങ്ങനെ നിൽക്കണം? ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തെ വെറുക്കുന്നവനായിട്ട്, ലോകത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാതെ, ലോകത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെ ഞാനും ലോകത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ പിന്നെ എങ്ങനെ ശാസിക്കും? ലോകത്തിൽ നിന്നുകൊണ്ട് ലോകത്തിലുള്ള ഒരാളെ ശാസിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ ലോകത്തെ വെറുത്തുകൊണ്ട്, ലോകത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട്, ലോകത്തോടൊരു വേർപാട് സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാം സ്നേഹിക്കുന്ന ഒരാളെ കർശനമായ ഭാഷയിൽ തന്നെ കർത്താവ് ശാസിച്ച പോലെ ശാസിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് പക്ഷെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? അത് അവിടെ എന്താണ് ഇപ്പൊ പറഞ്ഞില്ലേ? പത്രോസിനെ ശാസിച്ചതിന്റെ കാരണം എന്താണ്? കർത്താവിന് മനസ്സിൽ തോന്നിയപ്പോൾ ശാസിച്ചല്ലോ. അവിടെ ഒരു കാര്യമുണ്ട്. പത്രോസ് വലിയ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. വേണ്ട കർത്താവേ, അത് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ലോകപ്രകാരം ജഡത്തിന്റെ ആ സുഖം അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നതിന് ഒഴിവാക്കുന്നു. അവിടെ ശാസിച്ചു. ഇനി വേറെ 2 ശിഷ്യന്മാരെ ശാസിച്ച വേറെ ഭാഗമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിലും. അതും ഈ കർത്താവ് തന്നെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാർ തന്നെയാണ്. 3 പേരാണ്. അതിൽ മറ്റേ 2 പേരാണ് യാക്കോബും യോഹന്നാനും. അവരെയാണ് വേറെ സ്ഥലത്ത് ശാസിക്കുന്നത്. പത്രോസിനെ ഇവിടെ ശാസിച്ചു. യാക്കോബിനെയും യോഹന്നാനെയും ശാസിക്കുന്നത് നമ്മൾ ലൂക്കോസ് 9 കാണും. അതിന്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 9-ന്റെ 52 മുതൽ. അല്ല, അതിന് 52 മുതൽ വായിക്കാം. 52 മുതൽ വായിച്ചാലേ സന്ദർഭം എല്ലാവരും മനസ്സിലാവുന്നു. എന്നാൽ അവൻ ജെറുസലേമിലേക്ക് പോകുവാൻ ആവശ്യിക്കാതെ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നത്. ഇവിടെ ശാസിച്ച എന്തിനു വേണ്ടിയാ? ഇവിടെ ഇതുപോലെ തന്നെയാണ്. അവര് മാനുഷികമായിട്ടാണ് കാര്യങ്ങളെ കണ്ടത്. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ശാസിച്ചു. എന്താണ് അവരുടനെ പറഞ്ഞ? എന്താ? അവരെ അങ്ങ് നശിപ്പിച്ചേക്കട്ടെ. ഇത്തരത്തിലുള്ള ചിന്ത നമ്മൾ ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് വന്നാൽ, അതായത് മറ്റൊരാളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കർശനമായി ശാസിക്കാൻ പറ്റും. എപ്പോഴാണ് നമ്മൾ വ്യക്തമായിട്ടും ലോകത്തിൽ നിന്നുള്ള വേർപെട്ടവരായി ആ
ദൈവിക ആത്മാ മറ്റുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവിക സ്നേഹത്താൽ നമ്മൾ മറ്റുള്ളവരെ ആ സ്നേഹം ഉള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു ശത്രുവിനെയും നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതാണ് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ ചിന്തയിൽ നമ്മൾ ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ നശിപ്പിക്കാൻ പറയേണ്ട വേറൊരു ദോഷമായിട്ടൊരു കാര്യം വർത്താനം കേട്ടാൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും മറ്റൊരാളെ കുറിച്ച് ദോഷമായിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് കർശനമായിട്ട് അവരെ ശാസിക്കേണ്ടതുണ്ട്. നമ്മൾ യേശുവിന്റെ സ്വഭാവത്തിലാണ്. എപ്പോൾ നമ്മൾ നമ്മൾ ആത്മാവിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരാണെങ്കിൽ നമുക്ക് അതിനെ ശാസിക്കാനായിട്ട് പറ്റും. ഇതാണ് യേശുവിന്റെ സ്വഭാവം നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇതാണ് യേശുവിന്റെ സ്വഭാവം നമ്മൾ കാണേണ്ട ഒരു കാര്യം. യേശു തന്റെ ശിഷ്യന്മാരെ ശാസിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാർക്കശതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരു കാർക്കശതയും നമ്മൾ കാണണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മാതൃകയാക്കേണ്ടതാണ്. ആ കാർക്കശത, കർത്താവ് ശാസിച്ച ശാസനയുടെ ആത്മാവ് എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഇപ്പൊ 3-4 കാര്യങ്ങൾ കാണിച്ചു. ഇനിയും മറ്റു സഹോദരന്മാരെ വെച്ച് മറ്റു ചില കാര്യങ്ങൾ കർത്താവിന്റെ സ്വഭാവത്തിൽ നിന്ന് വെളിപ്പെടുത്തട്ടെ, കാണിക്കും. നമുക്ക് പരിശോധിക്കാം ഈ പകൽക്കാലം എന്താണ് ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ പറയട്ടെ. ഒന്ന് കർത്താവിന്റെ എപ്പോഴും പിതാവിൽ ആശ്രയിച്ചു എന്നുള്ളത്. 2 താഴ്മ എന്ന് പറയുന്നത് ആരെയും വിധിക്കാത്ത, താൻ ഒന്നുമല്ല എന്നുള്ള ആ പൂർണ്ണതയെ, താഴ്മയുടെ പൂർണ്ണത നമ്മൾ കാണുന്നില്ല. പിന്നെ കർത്താവ് എപ്പോഴും ദൈവഭയം നിമിത്തം ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം കണ്ണുനീരോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചു. അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്ന് സഹായം തേടിക്കൊണ്ടാണ് താൻ ഈ ഭൂമിയിൽ പാവത്തെ ജയിച്ച് ജീവിച്ചെന്നുള്ള ഒരു പാഠം നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ കണ്ടത് ലോകത്തോട്, അല്ലെങ്കിൽ ദൈവികമല്ലാത്ത അതിനുള്ള കാരണം നമ്മൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അതുകൂടെ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ലോകത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ലോകവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായ ഒരു വാക്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ ലൗകികനല്ലാത്ത പോലെ നിങ്ങൾ ലൗകികരല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ ഭാഗം വേദഭാഗം 17-ന്റെ 14-ലുള്ള വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തതിനാൽ ലോകം അവരെ വെറുത്തിരിക്കുന്നു. അവിടുന്ന് അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. അതെ, ലോകത്തിന്റെ നിന്നുള്ളൊരു വേർപാട് അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട് കർത്താവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശിഷ്യന്മാരിൽ നിന്നും അത് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹമാണ് കർത്താവ് അവരെ കർശനമായ ഭാഷയിൽ ശാസിക്കാൻ കാരണമായത്. അതുപോലെ നമുക്കും ഇന്ന് വേർപാട് സൂക്ഷിക്കുന്നവർ, ലോകത്തിൽ നിന്നുള്ള വേർപാട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, ലോകസ്നേഹത്തെ കാണുമ്പോൾ അവിടെ നമുക്ക് കർശനമായ ഭാഷയിൽ തന്നെ ശാസിക്കാനായിട്ടുള്ള ഒരു മാതൃക നമ്മൾ കർത്താവിൽ കാണുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. നിങ്ങളൊരു ഈ കർശന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ക്രിസ്ത്യ ജീവിതം ഇല്ല. യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും 100% സീറോ ജീവൻ, അതായത് നമ്മുടെ ജീവൻ 0 ആയിരിക്കണം. 100% നമ്മുടെ ജീവൻ മരിക്കണം എന്നുള്ള വാക്ക് ഒരു തിയോളജിക്കൽ ടേമായിട്ട്, അല്ലെങ്കിൽ വേദശാസ്ത്രപരമായ ഒരു വാക്കായിട്ടിരിക്കാതെ, ഈ മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു അവകാശവും താല്പര്യവും മോഹവും ഇഷ്ടവും ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് അങ്ങനെ ഓരോ ദിവസം ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം, അങ്ങനെ അറിയാം, പഠിക്കാം, അങ്ങനെ ഓർക്കാം. അതായിരിക്കും ക്രിസ്ത്യ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ഈ പാൽക്കാലം നമുക്ക് ആത്മശാസ്ത്രത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് കർത്താവിന്റെ ജീവിതത്തെ മാതൃകയാക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. ഞാൻ എത്രത്തോളം എൻ്റെ രക്ഷയ്ക്കനുസരിച്ച് കർത്താവിന്റെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ആ പരിശോധനയിൽ നമ്മുടെ കുറവുകളെ കാണുമ്പോൾ നിരാശപ്പെടുകയല്ല. നമ്മൾ പറഞ്ഞ പോലെ, ആവർത്തിച്ച് പറഞ്ഞ പോലെ, കർത്താവ് ചെയ്തതുപോലെ നമുക്ക് പിതാവിനോട് എന്ത് ചെയ്യാം? നിലവിളിക്കാം. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്കത് കഴിയുന്നില്ല, പക്ഷെ കർത്താവ് ശക്തരാക്കും. അത് വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം ഏറ്റുപറയണം. പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ പിശാചിന്റെ ചതിയിൽ നടക്കത്തില്ല എന്ന് പറയുന്ന പിശാചിന്റെ ചതി എതിർക്കുന്നത് പ്രാർത്ഥനയിലാണ്. കർത്താവിനോടുള്ള പ്രാർത്ഥന, കർത്താവിനെ ശക്തിപ്പെടുത്തി, കർത്താവിന്റെ ശക്തിയിൽ ഞാൻ അത് ചെയ്യും, കർത്താവിന്റെ ശക്തിയിൽ ഞാൻ ജയാളിയായിരിക്കും. ആ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിലൂടെ കേട്ട ദൈവവചനവും വീണ്ടും നമ്മളെ അതേ ഫോക്കസിലേക്ക് കൊണ്ടുവരികയാണ്, അതേ ചിന്തയിലേക്ക് നമ്മളെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ വാൽക്കാലം കർത്തനാശാസ്ത്ര ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കും മുമ്പ്
എത്രത്തോളം നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു പരിശോധനയാണ് ഇന്ന് പാൽക്കാലം നടത്തേണ്ടത്. അതിനാവശ്യമുള്ള ദൈവാത്മാവ് നമ്മളെ കേൾപ്പിച്ച സഹോദരന്മാരുടെ കേൾപ്പിച്ചത്. നമുക്ക് ഒറ്റ കാര്യത്തിൽ വീണ്ടും നമുക്ക് പല കാര്യങ്ങളും കേട്ടതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. യേശു താൻ സ്വയമായിട്ടൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിച്ചില്ല, സ്വയം ഇഷ്ടത്തിൽ ജീവിച്ചില്ല. അതൊറ്റ കാര്യത്തിൽ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങളുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ സ്വയം ഇഷ്ടത്തിലാണോ ദൈവത്തിന്റെ ഇഷ്ടത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇന്ന് ഒരു വലിയ നിലവിളിക്ക്, ഒരു കരച്ചിലിന്റെ സാധ്യതയുണ്ട്. അല്ലെ, നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുണ്ട്, ഏറ്റുപറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ബ്രദറെ, ഞങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്തിലൊന്നും അല്ല ജീവിക്കുന്നത്, ഞങ്ങള് ദൈവ ഇഷ്ടപ്രകാരമൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്, നമുക്ക് അങ്ങനെ സ്വന്തം ഇഷ്ടമൊന്നും ഇല്ല എന്ന് പെട്ടെന്ന് അങ്ങനെ തോന്നാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടം എന്തുമാത്രം ശക്തമാണെന്നുള്ളത്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സഹോദരന്മാരെല്ലാം ഉപവസിച്ച് വരുന്നത്, എനിക്ക് ഉപവസിക്കാൻ സഹോദരന്മാരെല്ലാം കേൾക്കണല്ലേ, സഹോദരന്മാരെല്ലാം ഉപവാസത്തോടുകൂടി വരുന്നു. ഞാൻ ഈ 10-15 ഗുളിക കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഉപവസിക്കാനായിട്ട് ഒരു ശാസ്ത്രീയമായിട്ടല്ലേ, മെഡിക്കലി അവര് സമ്മതിക്കാൻ പറ്റത്തില്ല. ഉപവസിക്കാനായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, ഞാൻ എന്താ ഉപവസിക്കുന്നത്, സഹോദരന്മാരെല്ലാം ഉപവസിക്കുന്നു, അപ്പൊ ഞാൻ ഉപവസിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഉപവാസത്തിന് ദിവസം രാവിലെ മൊബൈൽ നോക്കത്തില്ല, പത്രം വായിക്കത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ വലിയ പാടാ അത്. ആഹാരം കഴിക്കാതെ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. പത്രം വായിക്കാതെയും മൊബൈൽ നോക്കാതെ, ഞാൻ മൊബൈൽ നോക്കാതിരിക്കണമെന്ന് വിചാരിച്ചു. മൊബൈൽ നോക്കത്തില്ല. മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ വെറുതെ നിർദോഷമായ കാര്യങ്ങളാണ്. വാട്സാപ്പിൽ എന്തൊക്കെ വന്നു, ആരുടെ എല്ലാം മെസ്സേജ് ഉണ്ട്, ഇതെല്ലാം നോക്കാതിരിക്കാനായിട്ട് വലിയ പാടാണ്. ഇന്നലെ രാത്രി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ചിന്തിക്കാതെ ഈ കാര്യം ഓർക്കാറുണ്ട്. എന്റെ ഉപവാസമായിട്ട് ഞാൻ കുറച്ച് നാളെ മീറ്റിംഗ് കഴിയുന്നതിന് വരുമ്പോ, ഇന്ന് രാവിലെ അവിടെ പത്രം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ കടയിൽ പോയിട്ട് കൊണ്ട് വന്ന പത്രം ഇരിപ്പുണ്ട്. പെട്ടെന്ന് പത്രം എടുക്കണം, വേണ്ട പത്രം എടുക്കുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോന്ന് കാണാൻ പറ്റുക, നമുക്കറിയാൻ പറ്റും നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്തിനു വേണ്ടിയാണെന്നല്ല, നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കരുതെന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ദുഷ്ടനായ ഒരു ദൈവമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ദൈവഹിതത്തിനനുസരിച്ചല്ലാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രയോജനമല്ലാത്ത, ദൈവനാമത്തിൽ മോഹത്തപ്പെടാത്ത പല ഇഷ്ടങ്ങളും നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിയുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ സ്വയമായിട്ട് ദൈവമേ അവിടുന്ന് കാണിക്കുന്നത് എന്താണ്, അവിടുത്തെ ഇഷ്ടം എന്താണെന്നുള്ളത് കേട്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, ദൈവവചനത്തിലൂടെ അത് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവത്തിന്റെ ആലോചനകളെ സ്വീകരിച്ചുകൊണ്ട്, ദൈവം എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജീവിക്കാനുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തിക്കൊള്ളും. ദൈവം നമുക്ക് കാണിച്ചു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കും. അത് നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനൊന്നും വലിയ ബുദ്ധി ആലോചിക്കൊന്നും ആവശ്യമില്ല, ബുദ്ധിയൊന്നും വേണ്ട. ദൈവം നമ്മളെ നടത്തും, പ്രിയമുള്ളവരെ നടത്തും. കൃത്യമായിട്ട് ദൈവം നമ്മളെ നടത്തും. നമ്മൾ സമർപ്പിക്കാറുണ്ട്, ദൈവം എന്തിനെ ഇഷ്ടം പോലെ എന്നെ നടത്തണമെന്ന്. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ സമർപ്പിച്ചാൽ മതി, ദൈവം നമ്മളെ നടത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഈ പൊന്നോട് രാവിലെ വന്നപ്പോൾ പറഞ്ഞു, ബ്രദർ സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ രാവിലെ ഇന്ന് ചിന്തിച്ച കാര്യമാണ്. ഞാൻ ബ്രദറിനോട് വന്നപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ പല കാര്യങ്ങളിലേക്കും ശോധന, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വരാലോ, അല്ലെങ്കിൽ എന്താണ് കർത്താവ് ചില സാഹചര്യങ്ങൾ എന്നൊക്കെ ചിന്ത എൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ട് ദൈവം തന്ന ഒരു ചിന്തയായിരുന്നു. ആത്യന്തികമായിട്ട് ഏറ്റവും വലുത് നിത്യതയാണ്. നിത്യതയ്ക്ക് താഴെയാണ് എല്ലാ കാര്യവും. നിത്യതയ്ക്ക് താഴെയാണ് ഈ ഭൂമിയിലെ ജീവിതം മുഴുവൻ. ദൈവം പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ആയുസിന് എത്ര ദിവസം എന്നുള്ളതോ ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരസുഖം വേണ്ട, അങ്ങോട്ട് പോകുന്നതിന് ഉരുണ്ടുപിടി യാത്ര വന്ന അല്ലേ മരിച്ചു വന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തെല്ലാം അപകടങ്ങളാണ്. മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ അപകടങ്ങളായിട്ട് നടക്കുന്നു. പത്രം വായിച്ച എങ്ങനെയൊക്കെയാ സംഭവം. ഒരാളുടെ ജീവൻ എടുക്കാനായിട്ട് ഒന്നും വേണ്ട, വളരെ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിത്യതയുടെ താഴെയാണ് ഇതെല്ലാം. നിത്യതയുടെ താഴെയാണ് എല്ലാം ഒന്നും ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ആ ഗൗരവത്തോടെ നമ്മൾ ജീവിക്കണം. ആ ഗൗരവത്തോടെ നമ്മൾ ജീവിക്കണം. ഞാൻ ഇടയ്ക്ക് ഓർക്കുന്ന ചില പാട്ടുകളുണ്ട്. അതിലൊന്നും ഈ കൊച്ചുകുഞ്ഞു മുതശ്ശേരി ഒരു പാട്ടുണ്ട്,
വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ അതിനകത്ത് കുഞ്ഞാട്ടിൻ കാന്തയം നമ്മുടെ ബുക്കിലില്ല. കുഞ്ഞാട്ടിൻ കാന്തയം സത്യസഭ സൗന്ദര്യപൂർണ്ണ. അതിനകത്ത് അതിന്റെ വരികളെല്ലാം നല്ല അതിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്റെ ഹൃദയം വല്ലാതെ ഒരു ഇതിലേക്ക് സന്തോഷം തോന്നുന്ന ഒരു പാട്ടാണ്. അതുപോലെ അല്ല, അത് പണ്ട് അത് മറ്റേതായിരുന്നു. അത് ഇനിമേൽ എനിക്ക് ഇല്ലോർ ഭയം അതായിരുന്നു. ആ പാട്ടായിരുന്നു പണ്ട് എന്റെ റിംഗ്ടോണായിരുന്നു. ഇത് ഈ പാട്ട് ഞാനിപ്പോ നോക്കിയായിരുന്നു. ഇതിങ്ങനെ പരമപിതാവിന്റെ കണ്ണിൽ നിന്നും കരച്ചിലൻ കണ്ണുനീർ തുടച്ചിടുമേ. അതിന്റെ വരികൾ ഇങ്ങനെ: പരമസുഗന്ധനും പരമേശൻ മാർവിൽ ഞാൻ പാനം ചെയ്യും, ശത്രുക്കൾ ആരുമെന്ന് അവിടെയില്ല, കർത്താവിൻ കുഞ്ഞുങ്ങൾ മാത്രം അതിൽ, കുഞ്ഞാട്ടിൻ കാന്തയാം സത്യസഭ പരിശുദ്ധയാം. അതുപോലെ ഈ അടുത്ത കാലത്തൊക്കെ ഇറങ്ങിയ ഒരു കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ടല്ലോ, അത് വളരെ പ്രത്യാശയുടെ ഒരു പാട്ടുണ്ടല്ലോ, ഈ കോവിഡിന്റെ സമയത്ത് ഈ പവർ ഡിവിഷനിലെ ആളുകൾ പാടിയ സ്വർഗീയ ശില്പിയെ. ആ പാട്ടിന്റെ അതിന്റെ വരികളിൽ ഒരു രണ്ടാമത്തെ സ്റ്റാൻസ് പറയുന്നത് വിൺമയമാം, അതിന്റെ കോറസ് അതല്ലേ വിൺമയ. അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസില് അവിടെ നിത്യതയിൽ ഇതെല്ലാം മാറുന്ന ഒരു ശോഭയേറും വീട്ടിൽ. നമുക്ക് ഞാൻ പറഞ്ഞത് ആ പ്രത്യാശയുടെ പാട്ടുകളിൽ ഉള്ള ആ ഒരു ഇത് നമുക്ക് അതായിരിക്കണം നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള പ്രത്യാശയുടെ ഗാനങ്ങളാണോ നമ്മൾ പാടുന്നത്? അതോ നമ്മുടെ ഉള്ളിൽ ആ പാട്ടുണ്ടെങ്കിൽ ചിലർക്കത് ഇഷ്ടമല്ല ഇങ്ങനെ പ്രത്യാശയുടെ പാട്ട് പാടുന്നത്, അതൊക്കെ മരിച്ച വീട്ടിൽ പാടുന്നതാണെന്ന് പറയുന്നു. പക്ഷെ മരിച്ച വീട്ടിൽ പാടുന്ന പാട്ടുകളെന്നല്ല, പ്രത്യാശയുടെ പാട്ടുകൾ. നമുക്ക് അതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ഉള്ളിൽ ഒരു ജീവനം, നമുക്ക് ആ ഒരു നിത്യതയെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടെങ്കിൽ, നിത്യയുടെ ദർശനം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമുള്ളവരായിരിക്കും. ഇന്ന് ജീവിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന വിളി ഇതാണ്. യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കത് പരിശോധിക്കാം. അതിൽ കുറഞ്ഞൊരു വിളിയില്ല നമുക്ക്. യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആരായിട്ടാണ് ഇപ്പൊ നമ്മൾ പാടിയ കുഞ്ഞാട്ടിൻ കാന്തയാം സത്യസഭ, കുഞ്ഞാട്ടിന്റെ കാന്തയാണ്. ആ കാന്ത ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ആ കാന്ത എങ്ങനെയായിരിക്കും? വിശുദ്ധയാണ്. ശുദ്ധയും നിഷ്കളങ്കയും, ഒരു കറയും ഒരു ചൂക്കമില്ലാതെ അങ്ങനെ ആവണമെങ്കിൽ ഇന്ന് യേശുവിന്റെ ജീവനെ യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്താത്ത ആളെ യേശുവിന്റെ കാന്തയാവുമോ? യേശുവിന്റെ ജീവനില്ലാത്ത ആൾ യേശുവിന്റെ കാന്തയാവുമോ? അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കണം ഓരോ ദിവസം ജീവിക്കേണ്ടത്? യേശുവിന്റെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം. ആ കാന്തയായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ദിവസത്തിനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത്. കുഞ്ഞാട്ടിന്റെ കല്യാണ നാളിൽ അവനോടുകൂടെ ചേരാൻ പോകുന്ന സത്യസഭയായ കാന്ത, അതിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ പാൽക്കാലം നമ്മളെ പരിശോധിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം. കർത്തവ്യ ശുശ്രൂഷയിൽ നമ്മൾ കർത്താവ് ചെയ്ത രക്ഷാപദ്ധതിയെ, നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്ന രക്ഷാപദ്ധതിയെ, നമ്മളെ കാന്തയായി വീണ്ടെടുത്ത ആ രക്ഷാപദ്ധതിയെ ഓർക്കുമ്പോൾ സത്യസന്ധമായ ഒരു പരിശോധന നമുക്ക് നടത്താം. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആരോഗ്യമുള്ളവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. നമ്മളൊരു ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത്. എപ്പോഴും ഞാനത് ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളൊരു നിർബന്ധത്താലല്ല, എന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സമയമാണിത്. വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പുറകെ വരുന്ന ഒരാളുണ്ട് വചനം എടുത്തുകൊണ്ടു പോകാൻ. ഈ സമയം നമുക്ക് നമ്മുടെ ഉള്ളിൽ വചനം അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കണം. ഒരു സമർപ്പണത്തിന്റെ ഒരു നിസ്സഹായതയിൽ നിന്നുള്ള ഒരു കരച്ചിലിന്റെ ദൈവസന്നിധിയിലുള്ള അപേക്ഷയും അയാചനയുമെന്നും, അതേ കർത്താവെ ഉത്തരം ലഭിക്കുവാൻ, ദൈവഭയഭക്തിയിൽ ഉത്തരം ലഭിക്കുവാൻ തക്കണം. അതേ കർത്താവെ എനിക്ക് മുന്നോട്ട് പോകുവാൻ, അവിടുത്തെ ജീവനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുത്തെ ശക്തി ആവശ്യമുണ്ടെന്നുള്ള ഒരു നിലവിളിയോടെ, സത്യസന്ധമായ ഒരു പരിശോധന നടത്തി അതിൽ നിന്ന് ഏറ്റുപറച്ചിലോടെ, അനുതാപത്തിന്റെ ഒരു ഏറ്റുപറച്ചിലോടെ ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ദൈവാത്മാവ് കാണിച്ചു തരുമ്പോൾ, വചനത്തിന് മുമ്പാകെ നമ്മുടെ സത്യസന്ധത നമ്മോടെ പരിശോധിക്കുമ്പോൾ, നാം ദൈവത്തിന് വചനത്തിന് മുമ്പാകെ നാം നമ്മളെ തന്നെ തുറന്നു വയ്ക്കുമ്പോൾ, അതെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആ ഒരു ക്രിയ ചെയ്യുമ്പോൾ, വാളുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വചനം കടക്കുമ്പോൾ ആ ഒരു പ്രവൃത്തി നടക്കട്ടെ. നമുക്ക് തിരിച്ചറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്ന്. സത്യസന്ധമായിട്ട് നമുക്കത് പറയാം. വെറുതെ ഒരു പറച്ചിലായിട്ടല്ല, നമ്മളിങ്ങനെ വചനം കേൾക്കുമ്പോഴുള്ള ഒരു ഉണർത്തലായിട്ടല്ല, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വികാരത്തള്ളി പറയുന്ന കാര്യമായിട്ടല്ല. നിത്യത ദർശനത്തിൽ നിത്യത എനിക്ക് വേണം. നിത്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ജോലി ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളല്ല.
ഈ ലോകത്തെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷം സുഖം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കാളും വലുത് നിത്യതയാണെന്നുള്ളത് കാണാം. ഈ ലോക ജീവിതത്തിൽ എനിക്ക് എല്ലാം കിട്ടിയാലും എന്റെ നിത്യത നഷ്ടപ്പെട്ടാൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ള തികഞ്ഞ ബോധത്തോടെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഈ ഭൂമിയിലെ എല്ലാം അതെല്ലാം വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ മണ്ടന്മാരാണ്. നിങ്ങൾ വളരെ മണ്ടന്മാരാണ്. ഈ ലോക ജീവിതത്തിലെ സുഖമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കരുതി അതിനെ മുറുകെ പിടിക്കുന്നവർ അവർ നാശത്തിലേക്ക് പോവുകയാണെന്ന് പറയാം. നാശത്തിലേക്ക് പോവുകയാണെന്ന് ഞാൻ പറയട്ടെ. നിത്യതയുടെ ഒരു ദർശനവും നിങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവരാണ് ഈ ലോക കാര്യങ്ങളിൽ, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? അരിഷ്ടരാണെന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലനിലൂടെ. പ്രിയമുള്ളവരെ, നമുക്കത് തിരിച്ചറിയാം, നമുക്ക് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ, കർത്തൃദേശ ശുശ്രൂഷ എന്നുള്ളത് നമ്മുടെ രക്ഷയെ ഓർക്കുന്നതാണ്. കർത്താവ് കാൽവറിയിൽ ചെയ്ത ആ രക്ഷയെ പദ്ധതിയെ ഓർക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ രക്ഷയെ പുതുക്കുകയാണ്, അല്ലെങ്കിൽ രക്ഷയെ നമ്മൾ ഉറപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ നമ്മൾ ഒന്നുകൂടെ ഫോക്കസ്ഡ് ആക്കി ഒന്നുകൂടെ ആ ഒരു കൃത്യമായ ദർശനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമ്മളെ ഉറപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.